ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ 2G എഥനോൾ പ്ലാന്റ് സ്ഥാപിക്കുന്നത് അരുണാചൽ പ്രദേശ്. സർക്കാർ സ്കൂളിലെ ആദ്യ AI റോബോട്ടിക് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നത് പുറത്തൂർ GUPS മലപ്പുറം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം. തദ്ദേശീയ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം അസം. 2025 കേരള ക്രിക്കറ്റ് ടീമിൻ്റെ ചിഹ്നങ്ങൾ വീരു, ചാരു. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പിൻ്റെ സമഗ്ര പദ്ധതി വയോരക്ഷ. സംസ്ഥാനത്തെ മികച്ച സ്റ്റാർട്ടപ്പിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത് ഫ്യൂസലേജ് ഇന്നൊവേഷൻസ്. 2025 ഓഗസ്റ്റിൽ സ്ത്രീകൾക്കായി സൗജന്യ ബസ് സർവീസ് പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പ്രമേയം നയാ ഭാരത്. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് റെയിൽവേ സുരക്ഷാ സേന. 2025 കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി കൊച്ചി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കോച്ചുമായിരുന്ന വ്യക്തി ബോബ് സിംപ്സൺ. അഗ്നിശമന സേനയിലെ ആദ്യ വനിതാ ഡ്രൈവർ ജ്യോതി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച എൽ ഗണേശൻ ഏത് സംസ്ഥാനത്തെ ഗവർണർ ആണ്? നാഗാലാൻഡ്. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ബ്രിട്ടീഷ് നടൻ ടെറൻസ് സ്റ്റാം. കേരളത്തിൽ ശബരിമല, അതിരപ്പള്ളി, മൂന്നാർ, മലയാറ്റൂർ എന്നിവിടങ്ങളിൽ റോപ്പ് വേ നിർമ്മിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി പർവത് മാല പദ്ധതി. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച 17ാമത് IDSFFK-യുടെ ഭാഗമായി ഡോക്യുമെൻ്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയത് രാകേഷ് ശർമ്മ. പദവിയിലിരിക്കെ പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനമേൽക്കുന്ന ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പൊതു ഇടങ്ങളിൽ ഉന്നത നിലവാരമുള്ള ശുചിമുറികൾ സ്ഥാപിക്കുന്നതിന് തുടക്കമിട്ട പദ്ധതി ടേക്ക് എ ബ്രേക്ക്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ദ്വിരാഷ്ട്ര നാവിക അഭ്യാസമാണ് സ്ലിനക്സ്. ശ്രീലങ്ക. ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. മാതാപിതാക്കൾ പുനർവിവാഹിതരാകുമ്പോൾ ആദ്യ വിവാഹത്തിലെ കുട്ടികൾ അവഗണിക്കപ്പെടുന്നതും അക്രമത്തിന് ഇരയാവുന്നതും തടയാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി സുരക്ഷാമിത്ര. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ വാതിൽപ്പടിയിലെത്തിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതി സഖി. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെൻ്ററി ഹ്രസ്വചിത്രമേളയുടെ ഭാഗമായി ഡോക്യുമെൻ്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് രാകേഷ് ശർമ്മ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മാലിന്യ ശേഖരണത്തിനായുള്ള ആപ്ലിക്കേഷൻ ഹരിതമിത്രം 210. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിക്കുന്നത്? മഹാരാഷ്ട്ര. ഏത് മന്ത്രാലയമാണ് പ്രധാനമന്ത്രി സ്വാനിധി യോജന ആരംഭിച്ചത്? ഭവന നഗരകാര്യ മന്ത്രാലയം. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസ് വേദിയാകുന്നത് ബെൽജിയം, ചൈന. വിശ്വസുന്ദരി പട്ട മത്സരത്തിൽ പാലസ്തീനിൽ ആദ്യമായി പ്രതിദാനം ചെയ്യുന്നത് നദീൻ അയൂബ്. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മണിക വിശ്വകർമ്മ. ഈ ജാഗൃതി പ്ലാറ്റ്ഫോം ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ്? ഉപഭോക്തൃകാര്യ, ഭക്ഷ്യ, പൊതുവിതരണ മന്ത്രാലയം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ സദ്ഭാവന സംരംഭത്തിൻ്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലെ ദഹ്ഓങ്ങിൽ 2025 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ആരോഗ്യക്ഷേമ കേന്ദ്രം. ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷനായി സുപ്രീം കോടതി നിയമിച്ചത് റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ. ഇന്ത്യൻ തുറമുഖ ബില്ല് രാജ്യസഭ പാസാക്കിയത് ഓഗസ്റ്റ് 18. ദേശീയ സദ്ഭാവനാ ദിനം ഓഗസ്റ്റ് 20.
ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബിൽ ലോക്സഭ പാസാക്കിയത് 2025 ഓഗസ്റ്റ് 20-ന്. പ്രഥമ കേരള ഏവിയേഷൻ സമ്മിറ്റിംഗ് വേദിയാകുന്നത് കൊച്ചി. ബാലസംസ്കാര കേന്ദ്രത്തിൻ്റെ 2025-ലെ ജന്മാഷ്ടമി പുരസ്കാരം നേടിയത് സി. രാധാകൃഷ്ണൻ. ഉദ്ദം സഖി പോർട്ടൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രാലയം. 2025-ലെ സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ ചാമ്പ്യന്മാർ പാലക്കാട്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ മികച്ച താരത്തിനുള്ള പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് അസോസിയേഷൻ പുരസ്കാരം ലഭിച്ചത് മുഹമ്മദ് സലാ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ IoT അധിഷ്ഠിത പഞ്ചായത്ത് കാട്ടാക്കട, തിരുവനന്തപുരം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു, കാലിവെള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച സൂപ്പർമാൻ 1-ലും സൂപ്പർമാൻ 2-ലും വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിനെ അനശ്വരമാക്കിയ വ്യക്തി ടെറൻസ്. 700 മെഗാവാട്ടിൻ്റെ ടാറ്റോ 11 ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് അരുണാചൽ പ്രദേശിൽ. അടുത്തിടെ ഒഡീഷയിലെ ചാന്ദിപ്പൂർ സംയോജിത പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി 5. സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പം കൂടിയതുമായ പാലം കുമ്പിച്ചൽ കടവ് പാലം. ഇന്ത്യയുടെ ഭക്ഷ്യവിതരണ സമ്പ്രദായത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നാചക്രം എന്നറിയപ്പെടുന്നത് പൊതുവിതരണ സംവിധാനത്തിന് കീഴിലുള്ള ഒരു വിതരണ ശൃംഖലയെ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന ഉപകരണം. ആദി കർമ്മയോഗി അഭിയാൻ ആരംഭിച്ച മന്ത്രാലയമാണ് ഗോത്രകാര്യ മന്ത്രാലയം. രാജ്യത്തെ പരോക്ഷ നികുതിയുടെ പുതിയ സ്ലാബുകൾ 5%, 18%. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച ശാസ്ത്ര സാഹിത്യത്തിന് അനന്യമായ സംഭാവനകൾ നൽകിയ രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ വ്യക്തി ഡോക്ടർ CG രാമചന്ദ്രൻ നായർ. 2035 പൂർണ്ണ സജ്ജമാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഈയിടെ 116-ാം ജന്മദിനം ആഘോഷിച്ച ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ബഹുമതി നേടിയത് എദൽ കാദൽഹാം. 2025 ഓഗസ്റ്റിൽ റിസർവ് ബാങ്കിൻ്റെ പണനയം സമിതിയിൽ എക്സ് ഒഫീഷ്യോ അംഗമായി നിയമിതനായത് ഇന്ദ്രാനിൽ ഭട്ടാചാര്യ. അമേരിക്കൻ നിർമ്മിത ബുദ്ധി കമ്പനിയും ChatGPTയുടെ സൃഷ്ടാക്കളുമായ ഓപ്പൺ AI ഇന്ത്യയിൽ ആദ്യത്തെ ഓഫീസ് തുടങ്ങാൻ പോകുന്നത് ഡൽഹിയിൽ. 2025 ഓഗസ്റ്റിൽ അന്തരിച്ച 1983 പത്മഭൂഷൺ ലഭിച്ച പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തി സ്വരാജ് പോൾ. അധികാരത്തിലിരിക്കെ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തു എന്ന കേസിൽ ശ്രീലങ്കയിൽ അറസ്റ്റിലാകുന്ന ആദ്യ മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഘെ. സംസ്ഥാനത്ത് ആദ്യമായി പൂർണ്ണ വൈകല്യ തിരിച്ചറിയൽ കാർഡ് രജിസ്ട്രേഷൻ നേടിയ ജില്ലയായി മാറിയത് കോഴിക്കോട്. 7 ഇനം വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് IPCA 2025 ഓഗസ്റ്റിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം നേപ്പാൾ. സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല ഹോസ്റ്റൽ നിർമ്മിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? MG യൂണിവേഴ്സിറ്റിയിൽ. ഇന്ത്യയുടെ 22ാമത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM സ്ഥാപിതമാകുന്നത് ഗുവാഹത്തിയിൽ. 2025 ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC. പ്രൊജക്ട് 75 ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഏത് രാജ്യത്ത് നിന്നാണ് 70,000 കോടി മുടക്കി 6 പുതിയ തലമുറ അന്തർവാഹിനികൾ വാങ്ങാനുള്ള കരാറിന് അനുമതി നൽകിയത്? ജർമ്മനി. 2025 ഓഗസ്റ്റിൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. 2025 ഓഗസ്റ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യയുടെ ബാറ്റ്സ്മാൻ ചേതേശ്വർ പൂജാര. ദേശീയ അന്തർ സംസ്ഥാന അത്ലറ്റിക് ലോങ് ജമ്പിൽ സ്വർണം നേടിയ കേരള താരം M. ശ്രീശങ്കർ. കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന് കാരണമാകുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബ വകഭേദം നൈഗേരിയ ഹൗളരി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രി ആയത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. ദേവസ്വം ബോർഡിൻ്റെ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പൂജാവിധി പഠിച്ച്
വൈദിക രംഗത്തെ സ്ത്രീ സാന്നിധ്യം ആകാനായി യോഗ്യത നേടിയ കേരളത്തിലെ ആദ്യ വനിത ജയലക്ഷ്മി. ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 23. 2025 ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ, പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച 5ാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ടിൽ കലാകിരീടം നേടിയ ജില്ല തിരുവനന്തപുരം. ഇന്ത്യയിലെ അടുത്ത US സ്ഥാനപതിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത വ്യക്തി സെർജിയോ ഗോർ. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നഗരങ്ങളെ ലോകത്തിലെ മറ്റ് നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ട്വിന്നിംഗ് ഓഫ് സിറ്റീസ് പദ്ധതിയിൽ ഉൾപ്പെട്ട നഗരം കോഴിക്കോട്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദ് നഗരത്തിൻ്റെ പുതിയ പേര് പരശുരാമപുഴി. ഇന്ത്യയുടെ 2ാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായി മാറിയത് പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ്. വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 41. ഇന്ത്യൻ തപാൽ വകുപ്പ് 2025 ഓഗസ്റ്റ് 25 മുതൽ ഏത് രാജ്യത്തിലേക്കുള്ള തപാൽ സേവനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്? അമേരിക്ക. ബഹിരാകാശ കാലാവസ്ഥ പ്രവചിക്കാൻ നാസ IBMുമായി സഹകരിച്ച് പുറത്തിറക്കിയ മോഡൽ സൂര്യ AI. ഏത് കമ്പനിയുമായി ചേർന്നാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങളും വിമാന എഞ്ചിനുകളും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നത്? ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായി ചേർന്ന്. 2025 നടക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവ. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിലെ മലയാളി സാന്നിധ്യം G ഹരികൃഷ്ണൻ. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന ഖ്യാതി നേടിയ ബ്രിട്ടീഷുകാരി എദൽ കാദർഹാം. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എഡ്യൂറൻറ്റ് കോമ്പാക്ട് ഡ്രോൺ കാലഭൈരവ്. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം കണ്ട്ല തുറമുഖം. വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 41. അഷ്ടമുടിക്കായലിൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ സായാഹ്ന സവാരി നടത്താനുള്ള ജലഗതാഗത വകുപ്പ് ആരംഭിച്ച ബോട്ട് സർവീസ് സി അഷ്ടമുടി. സ്റ്റിബിഡി, ഡെലു, ഇൻസ്പോ തുടങ്ങിയ ജൻസി പദങ്ങൾ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയത് കേംബ്രിഡ്ജ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് വേദി ശ്രീനഗർ. തായ്ലൻഡ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ്റെ 2025 ഗോൾഡൻ അവാർഡ് നേടിയത് കേരള ടൂറിസം. കേരള സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷൻ അധ്യക്ഷൻ KK സോമപ്രസാദ്. പ്രസാർ ഭാരതി ആരംഭിച്ച പുതിയ OTT പ്ലാറ്റ്ഫോം വേവ്സ്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം 2025 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. 2025 മികച്ച അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പാപ്പുവ ന്യൂ ഗിനിയ. ലോകത്തിലെ ആദ്യത്തെ AI പവേർഡ് ബാങ്കായ റിറ്റ് ബാങ്ക് ആരംഭിച്ചത് മലേഷ്യ. ഇന്ത്യൻ ആർമി ടെറർ സൈബർ കോസ്റ്റ് 2025 വേദി ന്യൂഡൽഹി. പ്രധാനമന്ത്രി സുനിധി യോജന ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള പദ്ധതിയാണ്? ഭവന നഗരകാര്യ മന്ത്രാലയം. പ്രൊജക്ട് 17 പ്രകാരം ഏത് കപ്പൽശാലയാണ് INS ഉദയഗിരി നിർമ്മിച്ചത്? മസഗോൺ സ്റ്റോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, മുംബൈ. 2025 ഓഗസ്റ്റിൽ ഗില്ലിൽ ബാരി സിൻഡ്രോം വർധനവ് റിപ്പോർട്ട് ചെയ്ത നഗരം ഗാസ. കയറ്റുമതി പ്രോത്സാഹന മിഷൻ കീഴിലുള്ള 2 ഉപപദ്ധതികളാണ് നിർയാത് പ്രോത്സാഹൻ ആൻഡ് നിർമാത് ദിശ. മത്സ്യശക്തി പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യബന്ധനവും അക്വാകൾച്ചറും. വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഏത് മന്ത്രാലയമാണ് നടപ്പിലാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. പ്രഥമ അന്താരാഷ്ട്ര പാലി സമ്മേളനം നടന്നത് ശ്രീലങ്കയിൽ. സംസ്ഥാന മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പദ്ധതിയാണ് ഈ സമുദ്ര. 2025 ദേശീയ കായിക ദിനത്തിൽ ഖേലോ റവർ സൺസെറ്റ് മഹോത്സവ് ഉദ്ഘാടനം ചെയ്തത് രക്ഷ ഖഡ്സെ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ സ്പിന്നിംഗ് താരം അനിമേഷ് കുശൂർ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുത്തത് മുംബൈ.
ഭവന വില വർധനവിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരു. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് സിംഗ്. വായന കുറവായതിനാൽ പുസ്തക നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ജേതാക്കൾ മധ്യപ്രദേശ്. ഏത് രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ബഹുമുഖ വ്യായാമമാണ് എക്സസൈസ് ബ്രൈറ്റ് സ്റ്റാർ? ഈജിപ്റ്റ്. ഏത് മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിനാണ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം. ഏഷ്യ പസഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് ബോർഡിൻ്റെ ചെയർമാനായി ഏത് രാജ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യ. കാനഡയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ദിനേശ് കെ പട്നായിക്. ദേശീയ സ്പോർട്സ് ദിനം ഓഗസ്റ്റ് 29. 2025 ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോ മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ താരം നീരജ് ചോപ്ര. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന AI മോഡൽ അറോറ. റീതിങ്കിങ് ഹോം സ്റ്റേസ്, നാവിഗേറ്റിംഗ് പോളിസി പാത്വേസ് എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം നീതി ആയോഗ്. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ ബ്രദർ?